പ്രിയൻ ഈ ദളിത് സ്ത്രീയെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി മോഷണക്കുറ്റം ആരോപിച്ച് അവരെ ഭയങ്കരമായി മാനസികമായി ടോർച്ചർ ചെയ്തിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഒരു പോലീസുകാരനെ കൂടി പിടിയിലായിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതായത് ഈ സ്ത്രീയെ, ദളിത് സ്ത്രീ, അവരൊരു വീട്ടിൽ ജോലിക്ക് പോയതാണ്. ആ ജോലിക്ക് പോയ വീട്ടിൽ നിന്ന് ഒരു സ്വർണ്ണമാല കാണാതായി എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പേരിൽ മോഷണ കുറ്റം വന്നത്. അങ്ങനെ ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 20 മണിക്കൂറോളം അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇവരുടെ പേരിൽ വലിയ മോഷണം നടത്തിയ കളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണം തുടങ്ങി. പോലീസുകാരെല്ലാം കൂടെ ചുറ്റും നിന്ന് അതാവശ്യം പറയുക, ഈ പറയുന്ന പോലെ കള്ളിയാണെന്ന് പറയുക, ഈ ഇത്തരത്തിലുള്ള വലിയ കൊടിയ മാനസിക പീഡനം. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് വെറുതെ ഒന്ന് പറഞ്ഞാൽ തന്നെ, ഇല്ല ചോദിച്ചാൽ തന്നെ, ഞാൻ എൻ്റെ മൊബൈലോട് വെച്ചിട്ട് നീ എടുത്തോടാ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് വിഷമാവും സ്വാഭാവികമായിട്ടും. അപ്പോഴാണ് ഒരു ജോലിക്ക് പോയ സ്ഥലത്തെ വീട്ടിൽ നിന്ന് അവർ പണം, ഈ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കുന്നത്. അത് വലിയ തെറ്റായിട്ടൊരു കാര്യമാണ്. ആ തെറ്റ് മാത്രമല്ല, അവരൊരു ദളിത് സ്ത്രീയാണെന്നുള്ളത് കൂടി പരിഗണിക്കാതെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 20 മണിക്കൂറോളം അവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ കൊടിയ പീഡനമല്ലേ അത്? വെള്ളം പോലും കുടിക്കാൻ സംഭവിച്ചില്ല, ബാത്റൂമിൽ വരെ പോയി നോക്കി എന്നാണ് പറയേണ്ടത് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ദയനീയമായ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീയെ, അത് സ്ത്രീയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പാടില്ല. മൊഴി എടുക്കണമെങ്കിൽ പോയി തന്നെ വീട്ടിൽ പോയി എടുക്കണം. പിന്നെ കുറ്റം ചുമത്തി കഴിഞ്ഞ് ഈ പറഞ്ഞ FIR ഒക്കെ ഇട്ട് അറസ്റ്റ് ചെയ്യേണ്ട നടപടികളിലേക്ക് പോകുമ്പോഴാണ് പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു സ്ത്രീയെ മൊഴിയെടുക്കാൻ പോലും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല. അങ്ങനെ ഇരിക്കുക, അങ്ങനെ ചട്ടങ്ങളുള്ളപ്പോഴാണ് ഈ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി, അത് ബിന്ദു എന്ന അവരുടെ പേര്, പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത്. ഇത് ഈ സർക്കാരിൻ്റെ സ്വഭാവമാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടി വരും. കാരണം പോലീസിൻ്റെ പെരുമാറ്റം പലപ്പോഴും തീരെ മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് കേരളത്തിലെ പോലീസുകാർ പെരുമാറുന്നത്. ഒരു മനുഷ്യത്വം, ഒരു പരിഗണനയും ആർക്കും കൊടുക്കാതെ ഏത് തരത്തിലും കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പോലീസാണ്. ജനകീയ പോലീസ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, നീചമായ പോലീസ് നടപടികൾ പലപ്പോഴും സാധാരണക്കാരെയാണ് കൂടുതലായി അത് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു സമ്പന്നനായ ഒരാളുടെ മുമ്പിൽ പോലീസുകാർ ഈ ഇത്തരത്തിലുള്ള നടപടികൾ. ജനീഷ് കുമാർ കയറി ചെന്നപ്പോഴത്തേക്ക് DYSP അടക്കം ഉണ്ടായിരുന്നല്ലോ അവിടെ, ഓച്ചാനിച്ചിരുന്നില്ലേ? MLA, രാഷ്ട്രീയക്കാരനാ, CPM-കാരനാ. അവിടെ തീർന്നു പോലീസിന്റെ ചങ്കൂറ്റമൊക്കെ. ഇത് ഏതെങ്കിലും പാലത്തിലോ കടത്തണ്ടയിലോ ഇരിക്കുന്ന ദളിത് ചെറുപ്പക്കാരാണെങ്കിൽ അവരെ പിടിക്കാൻ വലിയ ഉത്സാഹമാണ്. ഒരുത്തൻ കറുത്തിരിക്കുകയാണെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം എന്ന് വെറുതെ എങ്കിലും ചോദിക്കും. ദളിതനായതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതായത് വേറെ ആരും വേണ്ട, ഒരു കൂട്ടം ആൾക്കാർ നടന്നു പോകുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ, അതിൽ ഒരുത്തൻ ഇത്തിരി കറുത്തിട്ട് ഒരു ദളിത് ഛായ ഉള്ളവനാണെങ്കിൽ അവൻ്റെ മൂക്ക് ഇത്തിരി ചപ്പിയിട്ടോ ഇല്ലെങ്കിൽ നിറവ് ഇത്തിരി കുറഞ്ഞിട്ടോ ഒക്കെ ആണെങ്കിൽ അവനെ പിടിച്ചു നിർത്തും. പോലീസുകാരുടെ സ്ഥിര സ്വഭാവം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പോലീസുകാരുടെ സ്വഭാവമാണ്. എന്നിട്ട് അവനെ കണ്ടിട്ട് നിനക്കെന്തോ കുഴപ്പമുണ്ടല്ലോ, നിന്റെ പേരെന്തോ, നിന്റെ സ്ഥലം ഇവിടെ എന്നൊക്കെ ചോദിച്ചു വെറുതെ വിരട്ടുക, മാനസികമായി പീഡിപ്പിക്കുക. ഇത് ഇത്തിരി തൊലി നിറവുള്ള ഒരു പയ്യനാണെങ്കിൽ ഇവരിത്തിരി അറയ്ക്കും. ചോദിക്കാൻ ആളുണ്ടെന്ന് മറ്റേ ചോദിക്കില്ല എന്ന് ഉറപ്പാ. ഒരു കോളനിയിലുള്ള ഒരു പയ്യനാണ് വരുന്നതെങ്കിൽ ഉറപ്പാണ് അവർ അടി കൊടുത്തിട്ടൊക്കെ സംസാരിക്കുള്ളൂ. പലപ്പോഴും ഈ പറയുന്ന തിരുവനന്തപുരത്തെ പല പോലീസ് സ്റ്റേഷനുകളിൽ എനിക്ക് നേരിട്ട് അറിയാന്നുള്ള ഇത്തരം സ്വഭാവമുള്ളവർ, എല്ലാ പോലീസുകാരും പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നല്ല പോലീസുകാർ കേരള പോലീസിനകത്തുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പോലീസുകാരുടെ ആറ്റിറ്റ്യൂഡ്, അതായത് സമീപനം ഇതാണ്, ദളിതരോടുള്ള സമീപനം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അത് അതേസമയം മറ്റൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളോട് ഇത് കാണിക്കില്ല. എന്നാൽ ഈ സർക്കാരിൻ്റെ നിലപാടെന്താ? ഈ സർക്കാർ ഈ പറയുന്ന പോലീസിന്റെ നടപടികൾ മാത്രമേ ഉള്ളൂ. എന്താ മുഖ്യമന്ത്രിക്ക് എന്താ ഇക്കാര്യത്തിനകത്ത് വലിയ അഭിപ്രായമൊന്നുമില്ല? പോലീസിനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുകയാണോ? പാർട്ടി സമ്മേളനങ്ങളിലടക്കം വലിയ രീതിയിൽ പോലീസിനെതിരെ വിമർശനം ഉണ്ടായല്ലോ. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല പോലീസ് ചർച്ച ചെയ്യുന്നത്, പോലീസ് ഇടപെടുന്നത്. ഇത്തരത്തിൽ പോലീസ് വലിയ ഒരു അക്രമി സംഘമായിട്ട് പോലീസ് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മയക്കുമരുന്നും ഇത്തരത്തിലുള്ള രാസലഹരികളും ഒക്കെ ഇവിടെ ഭയങ്കരമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഇത്തരത്തിൽ തുച്ഛമായ വാഹന പരിശോധനയും അങ്ങനെയുള്ള രീതിയിൽ മാത്രം അവർ ഒതുങ്ങി പോവുകയാണ്. ഹെൽമെറ്റ് വേട്ടയാണ് പോലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ഇത് ഒളിച്ചു നിൽക്കുക, ഒളിച്ചെവിടെയെങ്കിലും നിൽക്കും. വളവുകളിലൊക്കെ, പ്രത്യേകിച്ച് DGPയുടെ സർക്കുലർ ഉള്ളതാണ് വളവുകളിൽ നിൽക്കാൻ പാടില്ല. പക്ഷെ ഇവർ വളവുകളിൽ തന്നെ നിൽക്കും, വളവുകളിൽ നിൽക്കും, ജംഗ്ഷനുകളിൽ നിൽക്കും. പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലത്തൊക്കെ നിന്നിട്ട് വന്നാട് ഉടനെ ഇവരെ പിടിക്കും. ഈ ചാടി വീണ് ഇരയെ പിടിക്കാൻ കാത്തിരിക്കുന്നത് പോലെ, ഈ മൃഗങ്ങളൊക്കെ ഇരയെ പിടിക്കാൻ കാത്തിരിക്കുന്ന പോലെ ചാടി വീഴും മണ്ടയിൽ. എന്നിട്ട് എവിടെ ഹെൽമെറ്റ്? അതെവിടെ? ബുക്ക് എവിടെ? പേപ്പർ എവിടെ?
ഒക്കെ ശരി, അതൊക്കെ വേണം, അതൊക്കെ പോലീസിന്റെ ജോലിയല്ല, അത് MVDയുടെ ജോലിയാണ്. അത് MVD വൃത്തിയായിട്ട് ചെയ്യുന്നുമുണ്ട്. പോലീസ് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടും, വലിയ ഉത്സാഹം. കാരണം നടുറോഡിയിട്ട് ആരെങ്കിലും ഒക്കെ വരട്ടെ, ഈ പറയുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാം, ചീത്ത വിളിക്കാം, അങ്ങനെയൊക്കെയുള്ള പോലീസുകാർ. തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ഗുണ്ടാ പോലീസ് എന്നാ പേര്, ആളുടെ പേര് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ആളുടെ സ്വഭാവം അടിച്ചിട്ടേ സംസാരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ പോട്ടെ, എൻ്റെ ഒരു അധ്യാപകൻ്റെ ഗുരുവിന് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളം കയറിയപ്പോഴത്തേക്ക് ഇദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. വന്നു, അദ്ദേഹത്തിന് 19 വയസ്സുണ്ട്. വന്ന് കോളേജിൽ വലിയ IAS IPS അടക്കം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരെ പഠിപ്പിച്ച അധ്യാപകനാണ്. 80 വയസ്സോളം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം വന്ന് കസേരക്ക് SI നോക്കിയപ്പോൾ വന്നപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം വന്നു, കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു. ഈ SI ഫോൺ വെച്ചിട്ട് ഉടനെ ചോദിക്കുക, നേരത്തെ ആര് പറഞ്ഞടാ ഇരിക്കാനെന്ന്. അവൻ്റെ തന്തയുടെ പ്രായമുള്ളവൻ്റെ അടുത്താണ് ഈ SI ചോദിക്കുന്നത്, നിന്റെ അടുത്ത് ആര് പറഞ്ഞടാ ഇരിക്കാനെന്ന്. ആ മനുഷ്യൻ അന്ന് തളർന്നു, വലിയ വിഷമമായി പോയി. ആ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം മരിച്ചതെന്ന് എൻ്റെ ഈ സാറ് പറയാറുണ്ടായിരുന്നു. കാരണം അത്രയേറെ കൊടിയ പീഡനങ്ങളാണ് പോലീസുകാരിൽ നിന്ന് ഓരോ മനുഷ്യരും നേരിട്ട്. പോലീസുകാരനിൽ നിന്ന് ദുരിതം പിടിച്ച ഒരു അനുഭവം ഉണ്ടാവാത്ത മനുഷ്യൻ കേരളത്തിൽ ചുരുക്കമായിരിക്കും. എല്ലാവർക്കും ആ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. എല്ലാ പോലീസുകാരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരിക്കും. അതായത് പോലീസിന്റെ പൊതുസ്വഭാവം എന്ന് പറഞ്ഞാൽ പോലീസിനെ, അതുകൊണ്ടാണ് കോടതികൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഘടിത സായുധ അക്രമി സംഘമാണ് പോലീസ് എന്ന് പലപ്പോഴും കോടതികൾ പറഞ്ഞിട്ടുണ്ട്. പല കോടതികൾ പറഞ്ഞിട്ടുണ്ട്, ഇവന്മാർ അക്രമി സംഘമാണ്, ആയുധം കൊടുത്തു വിട്ടേക്കുന്ന അക്രമി സംഘം. പണ്ട് ഈ പറയുന്ന രാജഭരണ കാലത്ത് ചട്ടമ്പികളായിരുന്നു പോലീസ് ആയിക്കൊണ്ടിരുന്നത്. ഈ അഞ്ചണ പോലീസ് എന്ന് പറയും. ആ പോലീസിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു, വഴിയെ പോകുന്നവരെ പിടിച്ചടിക്കുക, ഒരു കാരണവും വേണ്ട, അടിച്ച് പൈസ പിടിച്ച് പറിക്കുക. ഒന്ന് ആലോചിച്ചു, ഉദയകുമാറിനെ 3000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിക്കൊന്നത്. അപ്പോൾ എത്ര ആൾക്കാരെ, രാജന് കേസ് എന്തായി, രാജനെ കൊണ്ടുപോയി കൊന്ന്. അങ്ങനെ ആൾക്കാരെ ഇപ്പം ഇത്തിരി എത്ര നമ്മൾ പീരിവേഡ് കസ്റ്റഡി കേസ് എന്തായി, ഈ സമ്പത്തിനെ കൊന്നത്. അപ്പൊ ഈ നിരവധി ആൾക്കാരെ ഇവർ കൊണ്ടുപോയി തല്ലി ചതച്ച് കൊന്നു കുഴിച്ചു മൂടി ആസിഡ് ഒഴിച്ച് കത്തിക്കുക, പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, മണ്ണെണ്ണയിട്ട് കത്തിക്കുക, ഇത്തരം പരിപാടികളെല്ലാം ചെയ്തില്ലേ. രാമേന്ദ്രൻ നായർ വെറുതെയാണോ വിളിച്ചു പറഞ്ഞത്? വിജയനെ പൊന്മുടിയിൽ കൊണ്ടുപോയി ആസിഡ് ഒഴിച്ച് കൊന്നില്ലേ, നക്സലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങിന്റെ ഏറ്റവും ഗംഭീരമായ പരിപാടികൾ നടത്തുന്ന ആൾക്കാരെ പോലീസ്. പക്ഷെ ഇതൊന്നും അല്ലാത്ത പോലീസുകാരുണ്ട്, നമ്മൾ അത് കൂടെ പറയണമല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദളിത് സ്ത്രീയോട് ഈ സമീപനം നടത്തുന്നു. വേടനോട് എന്തായിരുന്നു സമീപനം? വേടൻ എന്താ ചെയ്ത്? ഇത് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു ദളിത് സ്ത്രീയെ കൊണ്ടുപോയി ആക്രമിച്ച് അവരെ മാനസികമായിട്ട് ആക്രമിച്ച് ഒരുപാട് ഉപദ്രവിച്ച് വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാതെ കള്ളിയാക്കി കുറ്റപ്പെടുത്തി അവരുടെ ജീവിതം തന്നെ തകർത്തിട്ട് ഇവര് ഇങ്ങനെ നിൽക്കുക. പോലീസ് ഒന്നുമില്ലാതെ ഒരു സസ്പെൻഷനിൽ ഒതുക്കുക. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാതി ശമ്പളം കിട്ടില്ലേ, പാതി ശമ്പളം കിട്ടും. പിന്നെ അന്വേഷണത്തിൽ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞ് ഏതെങ്കിലും പോലീസുകാരന്മാർ ഇങ്ങനെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടാറുണ്ടോ? എന്നിട്ട് വേറെ എന്ത് ചെയ്യപ്പെടും? സസ്പെൻഷൻ കഴിഞ്ഞ ശിക്ഷയായിട്ട് എന്തെങ്കിലും സ്ഥലം മാറ്റമോ വല്ലതും കൊടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ് എന്തെങ്കിലും ചെറിയ പണിഷ്മെന്റ് കൊടുത്തിട്ട് സർവീസ് വരും. അപ്പോൾ ഈ സസ്പെൻഷൻ കാലത്തെ പൈസ എല്ലാം കൊണ്ട് ഒരുമിച്ച് കിട്ടും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പോലീസിനകത്ത് നടക്കുന്നത്. ഈ പറയുന്ന ജാതി വിവേചനം. വേടന്റെ കാര്യത്തിനകത്ത് സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? വേടനെ തെറ്റ് ചെയ്ത് വേടൻ ആധുനിക സംഗീതത്തിന്റെ മറ്റേയാളാണെന്നൊക്കെയാണ് ഈ MV ഗോവിന്ദനും പിണറായി വിജയനും MP രാജേഷും ഒക്കെ പറഞ്ഞത്. എന്നിട്ട് ഇതൊക്കെ പറയാൻ അറിയാമല്ലോ. ഇതേ സമാന അനുഭവമല്ലേ മറ്റൊരു ദളിത് സ്ത്രീക്ക് ഉണ്ടാകുന്നത്? അതിലും ക്രൂര സമാനാനുഭവം അല്ല. വേടൻ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഞ്ചാവ് വലിച്ചെടുത്തെന്നാണ് പോലീസ് പിടിച്ചത്. കയ്യിൽ പുലിപ്പല്ലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കേണ്ട എന്നൊക്കെയുള്ള നിലപാടാണ്. ജാതി രാഷ്ട്രീയത്തെ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ജാതി രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് അത് സർക്കാരിന് വേണ്ടി ഉപയോഗിക്കുന്നു. വേടനെ സംഘടിതമായി തന്നെ ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേദികളിൽ പാടിച്ച് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ബിന്ദു പാടുമെന്ന് ചോദിച്ചു നോക്കണം. എങ്കിൽ ബിന്ദുവിനെ ഈ ഏറ്റ അപമാനത്തിന് പകരം കൊണ്ടുപോയി പാടിച്ച് സർക്കാർ കൂടെ നിർത്താൻ ചാൻസ് ഉണ്ട്. ഒക്കെ ബിന്ദു ഒരു കൾപ്പുള്ളറല്ല, അവർ പ്രശസ്തയല്ല, അവരുടെ കയ്യിൽ പണമില്ല. വേടൻ ശരിക്കും വരേണ്യനാണ്, വരേണ്യ വർഗത്തിൽപ്പെട്ടവനാണ്. അവന് സമ്പത്തുണ്ട്, അവന് അധികാരമുണ്ട്, അവന് പ്രശസ്തിയുണ്ട്, അവന് പേരുണ്ട്, അവന് സ്വാധീന ശക്തിയുണ്ട്. വേടൻ സവർണനാണ്. വേടൻ സവർണനാവുകയും ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മോഷണ കുറ്റം ആരോപിക്കപ്പെട്ട് ഒരു തെറ്റും ചെയ്യാതെ, എന്നിട്ട് ആ മാല ആ ഉടമയുടെ വീട്ടിൽ നിന്ന് കെട്ടി. അതാണ് മറ്റൊരു കാര്യം. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ അപമാനിതയായി 20 മണിക്കൂറോളം മാനുഷിക പരിഗണന പോലും കിട്ടാതെ, കുടിവെള്ളം പോലും കിട്ടാതിരിക്കുന്നു. ഇവരാണ് അവർണ. വേടൻ സവർണനാണ്. അവൻ കഞ്ചാവ് വലിച്ചവൻ,
കൂട്ടുകാരുമൊത്ത് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്നു, അത് കൈവശം വയ്ക്കുന്നു, ആ സാധനം എല്ലാം ചെയ്തിട്ട് അവൻ ഒരു കുറ്റത്തിന് ഒരു ശിക്ഷിക്കപ്പെടുന്ന പോലും ഇല്ലെങ്കിൽ അവൻ സവർണനാണ്, അധികാരത്തിൻ്റെ ഏറ്റവും മുകളിൽ ക്രീമി ലെയറാണ്. അവിടെ അവിടെ സംരക്ഷിക്കപ്പെടുകയാണ് ഇവര്. വിനായകൻ എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടുന്നത് പോലെ വേടൻ സംരക്ഷിക്കപ്പെടും. ഇതുപോലുള്ള പാവപ്പെട്ട ബിന്ദുമാർ ഇവിടെ പീഡിപ്പിക്കപ്പെടും. ഇതാണ് കേരളത്തിലെ CPM-ന്റെ ദളിത് സമീപനം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദളിത് സമീപനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.